കടം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയാലോ എന്ന് പോലും ചിന്തിക്കുന്ന ചില ആളുകളുമുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, 99% ആളുകളും ഇന്ന് കടത്തിൻ്റെ കെണിയിലകപ്പെട്ടവരാണ്. അപ്പോൾ ഈ കടം ഉണ്ടായാൽ കടം വീട്ടാനുള്ള മാർഗം മുമ്പിൽ കാണുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ ഭയാനകമായ അവസ്ഥയാണല്ലോ. കടം ഉണ്ടെങ്കിൽ അത് മലകണക്കെ അത്രയ്ക്കും കൂടുതൽ കടമുണ്ടെങ്കിലും എളുപ്പത്തിൽ വീട്ടാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ദുആയാണ്, ചെറിയ ഒരു ദുആ. അത് നിത്യവും ചെയ്യണം. ഇപ്പോൾ നിബന്ധനകൾ ഇതൊക്കെയാണ്: ദിവസവും നിസ്കാര ശേഷങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ചൊല്ലുക, എത്ര എന്ന് കണക്കില്ല, നമ്മൾ കഴിവിൻ്റെ പരമാവധി ചൊല്ലുക. മറ്റു സമയങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലുക, ഒഴിവുള്ള സമയത്തൊക്കെ അത് ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം ജുമായുടെയും അസറിൻ്റെയും ഇടയിലായി ഒരു 70 പ്രാവശ്യം നമ്മൾ നിർബന്ധമായും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏതാണ് ആ ദുആ എന്ന് ചോദിച്ചാൽ, അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക. ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്.